ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, 20 കൊല്ലം സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു അശ്രദ്ധ കൊണ്ട് വന്ന ഒരു മനഃപൂർവ്വമല്ലാത്ത ഒരു അപകടം, ബുദ്ധി വളർച്ചയില്ലാത്തൊരു കുട്ടിയെ കൊണ്ടുപോകുകയൊക്കെ ചെയ്യുന്ന ജോലിയാണ്. അപ്പം ഇവൻ്റെ മുഖത്തേക്ക് ശരീരത്തിലേക്ക് തുപ്പിയപ്പോൾ തടഞ്ഞപ്പം ആ കൈ പോയിട്ട് കൊണ്ടത് ഇവൻ്റെ ചങ്കത്തായിപ്പോയി. ചങ്കിലൊരു സർജറി കഴിഞ്ഞിരുന്നു കുട്ടീൻ്റെ. അങ്ങനെയാണ് ആ കുട്ടി മരണപ്പെടുന്നത്. അങ്ങനെ ഇവൻ്റെ കുടുംബം ഇവനെ വധശിക്ഷയ്ക്ക് തന്നെ വിധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, കോടതിയിൽ കേസ് കൊടുത്തതും വക്കീലന്മാർ വാദിച്ചതും അങ്ങനെയാണ്. അപ്പം തീർന്നതോടുകൂടി അല്ലേ, പിന്നെ ആ സമയത്ത് അവരാദ്യം ഒന്നും ആവശ്യപ്പെട്ടില്ല. പിന്നെ അവസാനം ഖുർആനിൽ പറഞ്ഞ ദിയത്തുണ്ടല്ലോ, ആ ദിയത്ത് പിന്നീട് അവർ ഇത്ര കോടി വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഉമ്മയുടെ കരച്ചിൽ, ഒരു ഉമ്മയുടെ സങ്കടം, ഒരു ഉമ്മയുടെ കണ്ണീര്, ഒരു ഉമ്മയുടെ പ്രാർത്ഥന. ഇപ്പോൾ കഴിഞ്ഞ പെരുന്നാളിൻ്റെ അന്ന് ജയിൽ മോചിതനായി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് അവൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ കൊടുത്ത കോടികളും സമാഹരിച്ച കോടികളും ആൾക്കാർ കൊടുത്ത കോടികളൊക്കെയാണെന്ന് വിചാരിക്കേണ്ട. അതൊക്കെ ഒരു സബബ് മാത്രമാണ്, ഒരു കാരണം മാത്രമാണ്. പിന്നെ എത്തിയത് ഉമ്മാൻ്റെ കണ്ണീര്, ഉമ്മാൻ്റെ പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ആ ഉമ്മ അതിന് മാത്രം കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന കബൂൽ ചെയ്തതാണ് ആ മകൻ അവിടെ ഉമ്മയുടെ ചാരത്തെത്തിയത്.